ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽ ആൻഡ് സിസ്റ്റത്തിൻ്റെ MCQ ആണ്. പാർട്ട് 2 ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് ദ സിഗ്നൽ 10 sin 90 പ്ലസ് 20 cos 5t ഈസ്. ഓപ്ഷൻ എ ആണ് ആൻസർ. എങ്ങനെ ഓപ്ഷൻ എയിലോട്ട് എത്തിയെന്ന് നോക്കാം. തന്നിരിക്കുന്ന ഒരു സിഗ്നല് കോമ്പോസിറ്റ് സിഗ്നൽ ആണ്. ഫസ്റ്റ് സിഗ്നലിന്റെ ഒമേഗ 1 9 ആണ് അല്ലേ. സൈൻ ഒമേഗ ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒമേഗ എന്ന് പറയുന്നത് ടിയുടെ കോഎഫിഷ്യന്റ് 9 ആണ്. T1 എന്ന് പറഞ്ഞാൽ 2π ഒമേഗ 1 ആണ്, ദാറ്റ് ഈസ് 2π/9. ദെൻ ഒമേഗ 2 എന്ന് പറയുന്നത് 5 ആണ്. T2 എന്ന് പറഞ്ഞാൽ 2π/5 ആണ്. ഫണ്ടമെന്റൽ പീരീഡ് ഓഫ് എ കോമ്പോസിറ്റ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ LCM ഓഫ് T1, T2 ആണ്. ദാറ്റ് ഈസ് LCM ഓഫ് 2π/9, 2π/5. ഇങ്ങനെ P/Q ഫോർമാറ്റിൽ കിടക്കുന്ന ടേംസിന്റെ LCM കാണാൻ ഇക്വേഷൻ ഉണ്ട്, ഒരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ GCD ഓഫ് ഡിനോമിനേറ്റർ. ദാറ്റ് ഈസ് LCM ഓഫ് 2π, 2π ഡിവൈഡഡ് ബൈ GCD ഓഫ് 9, 5. 2π, 2πയുടെ LCM 2π തന്നെയാണ്. 9, 5യുടെ GCD 1 ആണ്. ദാറ്റ് ഈസ് ഫണ്ടമെന്റൽ പീരിയഡ് എന്ന് പറഞ്ഞാൽ 2π ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അൺബൗണ്ടഡ് സിഗ്നൽ? അൺബൗണ്ടഡ് സിഗ്നലിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. 1/2 ഓൾ റേസ് ടു ടി യു ഓഫ് ടി ഇതെന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ ആണ്. അപ്പോൾ അത് ബൗണ്ടഡ് ആണ്. 10 e⁻5t യു ഓഫ് ടി എന്ന് പറയുന്നതും എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിഗ്നൽ ആണ്. e⁻5t എന്ന് പറയുന്നത് ഡീക്കേയിങ് ആണ്. അപ്പോൾ അതും ബൗണ്ടഡ് ആണ്. 1/t യു ഓഫ് ടി എന്ന് പറയുന്നത് അൺബൗണ്ടഡ് സിഗ്നലിന് എക്സാമ്പിൾ ആണ്. കാരണം ആസ് ടി ടെൻസ് ടു 0 പ്ലസ് ദ വാല്യൂ അപ്രോച്ചസ് ഇൻഫിനിറ്റി അല്ലേ. അപ്പോൾ അത് സിഗ്നൽ എന്ന് പറയുന്നത് അൺബൗണ്ടഡ് സിഗ്നൽ ആണ്. അതേസമയം 5 e⁻²t sin 2πt യു ഓഫ് ടി എന്ന് പറയുന്നത് എക്സ്പോണൻഷ്യലി ഡീക്കേയിങ് സിനുസോയിഡൽ ഫംഗ്ഷൻ ആണ്, സിഗ്നൽ ആണ്. അപ്പോൾ അതൊരു എക്സ്പോണൻഷ്യൽ ഡീക്കേയിങ് എലമെന്റ് ഉള്ള കാരണം ഇതൊരു ഡീക്കേയിങ് സിഗ്നൽ ആണ്. അപ്പോൾ അത് ബൗണ്ടഡ് ആയിരിക്കും. ഓപ്ഷൻ സി ആണ്, 1/t യു ഓഫ് ടി ആണ് ആൻസർ. Input-output relationship of a system is given by y of t equal to cos x of t. The system is. നോക്കാം നമുക്ക് അതിൻ്റെ ആൻസർ. ഇപ്പോൾ തന്നിരിക്കുന്ന സിസ്റ്റവും ഇൻപുട്ട് ഔട്ട്പുട്ട് നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ y of t എന്ന് പറയുന്നത് cos x of t ആണ്. സിസ്റ്റം ലീനിയർ ആണോ ചെക്ക് ചെയ്യാം നമുക്ക് രണ്ട് ഇൻപുട്ട് x1ഉം x2 of t കൺസിഡർ ചെയ്യാം. അപ്പോൾ y1 of t എന്ന് പറഞ്ഞാൽ എന്ത് വരും? cos x1 of t. y2 of t എന്ന് പറയുന്നത് cos x2 of t ആയിരിക്കും. അതായത് x1 of t എന്നുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് y1 of t. x2 of t എന്ന് പറയുന്ന ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ടാണ് y2 of t. ഇനി ലീനിയാരിറ്റി ചെക്ക് ചെയ്യാൻ a x1 of t പ്ലസ് b x2 of t കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? ഇൻപുട്ട് നമ്മൾ ഇങ്ങനെ കൊടുത്താൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് എന്ത് വരും? cos of a x1 of t പ്ലസ് b x2 of t വരും അല്ലെ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു a cos x1 of t പ്ലസ് b cos x2 of t. അപ്പോൾ സിസ്റ്റം നോൺ ലീനിയർ ആണ്. ഇനി ടൈം ഇൻവേരിയൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് x of t മൈനസ് ടി നോട്ട് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? cos x of t മൈനസ് ടി നോട്ട്. ഇനി y of t മൈനസ് ടി നോട്ട് കൊടുത്താലും cos x of t മൈനസ് ടി നോട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് ഇൻപുട്ടിൽ എന്ത് ചേഞ്ച് വരുന്നോ അതേ ചേഞ്ച് ഔട്ട്പുട്ടിലും വരുന്നുണ്ട്. അപ്പോൾ ടൈം ഇൻവേരിയൻ്റ് ആണ്. ഇനി സിസ്റ്റം സ്റ്റേബിൾ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ കൊസൈൻ ഫംഗ്ഷൻ ആണ്, അതിൻ്റെ വാല്യൂ -1 +1 ഇടയിലാണ് കിടക്കുന്നത്. അത് ബൗണ്ടഡ് ആണ്. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഔട്ട്പുട്ട് ബൗണ്ടഡ് ആണ് ഇൻപുട്ടിന്, അതുകൊണ്ട് സിസ്റ്റം സ്റ്റേബിൾ ആണ്. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആണ്, ടൈം ഇൻവേരിയൻ്റ് ആണ്, നോൺ ലീനിയർ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ കോസൽ സിസ്റ്റം? നോൺ കോസൽ സിസ്റ്റത്തിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഔട്ട്പുട്ട് ഫസ്റ്റ് ഓപ്ഷൻ y of t equal to x of sin t at t equal to π/2 കൊടുത്താൽ x of 1 വരും. അതായത് ഔട്ട്പുട്ട് at t equal to π/2 എന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിഗ്നൽ at t equal to 1 അല്ലേ. t equal to π/2 വരുന്ന ഔട്ട്പുട്ട് ഇൻപുട്ട് x equal to 1 തന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. 1 എന്ന് പറയുന്നത് π/2നേക്കാളും ഗ്രേറ്റർ ആണ്. അതായത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺ എ ഫ്യൂച്ചർ ഇൻപുട്ട്. അത് സിസ്റ്റം നോൺ കോസൽ ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസർ. The energy and average power of sequence x of n equal to 1/3 all raised to n u of n are dash respectively. എനർജി തന്നിരിക്കുന്ന സിഗ്നല് 1/3 all raised to n u of n ആണ്. എനർജിയുടെ ഇക്വേഷൻ എന്താണ്? സമ്മേഷൻ n equal to -infinity to infinity mod x of n സ്ക്വയർ ആണ്. x of n എന്ന് പറയുന്നത് 1/3 all raised to n u of n ആയ കാരണം -infinity to infinity എന്നുള്ളത് 0 to infinity ആവും. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്?
1/1 മൈനസ് ആർ, ആർ എന്ന് പറഞ്ഞാൽ 1/9 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9/8 വരും. എനർജി നമുക്ക് 9/8 കിട്ടി. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/2n + 1 സിഗ്മ മൈനസ് n to n മോഡ് x ഓഫ് n സ്ക്വയർ ആണ്. ഇതെന്ന് പറഞ്ഞാൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. എനർജി നമുക്ക് കിട്ടിയത് 9/8 ആണ്. n-ന് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 1/∞ 0 ആയിട്ട് വരും. അതായത് തന്നിരിക്കുന്ന സിഗ്നലിന്റെ എനർജി 9/8 ഉം ആവറേജ് പവർ 0 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Next, a signal x of t equal to 10 sin 150 pi t minus 30 is sampled at 200 Hz. The fundamental period of the sampled sequence x of n is. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന തന്നിരിക്കുന്ന സിഗ്നൽ 10 sin 150 pi t minus 30 ആണ്. ഒമേഗ എന്ന് പറയുന്നത് 150 പൈ ആണ്. എഫ് എന്ന് പറഞ്ഞാൽ ഒമേഗ ബൈ 2π, ദാറ്റ് ഈസ് 75 ഹെർട്സ് വന്നു. സാമ്പിളിംഗ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 200 ഹെർട്സ് ആണെന്ന്. അങ്ങനെയാണെങ്കിൽ സാമ്പിൾഡ് സിഗ്നലിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? എഫ് എൻ എന്ന് പറഞ്ഞാൽ എഫ് ബൈ എഫ് എസ്, ദാറ്റ് ഈസ് 75/200, 3/8 വരും. ഇനി ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് ഇൻറ്റീജർ ദാറ്റ് n ഇൻറ്റു എഫ് എൻ ഈസ് ആൻ ഇൻറ്റീജർ ആവുന്നത്. അതായത് n ഇൻറ്റു 3/8 എന്ന് പറയുന്നത് ഇൻറ്റീജർ ആവണം. n ഇൻറ്റു 3/8 ഇൻറ്റീജർ ആവണമെങ്കിൽ സ്മോളസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് n എന്താണ്? 8 ആയിരിക്കും അല്ലേ? ഇവിടെ 8 വരുമ്പോഴല്ലേ 8 ക്യാൻസൽ ആയിട്ട് 3 ആൻസർ ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഓപ്ഷൻ സി ആണ്, n = 8 ആണ് ആൻസർ. A discrete system is given as y of n equal to x of n plus 5 all raised to n. Then the system is. സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് x of n plus 5 all raised to n ആണ്. അതായത് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് only on the current input x of n. അത് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പാസ്റ്റ് ഓർ ഫ്യൂച്ചർ ഇൻപുട്ട്. അതുകൊണ്ട് സിസ്റ്റം മെമ്മറിലെസ് ആണ് ആൻഡ് കോസ്റ്റലും ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. Next question, the impulse response h of n of a linear time invariant system is given by h of n equal to u of n plus 2 plus u of n minus 3 minus 2 u of n minus 8, where u of n is the unit step response. The given system is. നമുക്ക് ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. ഒരു ടൈം ലീനിയർ LTI സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. യു ഓഫ് എൻ എന്ന് പറയുന്നത് യൂണിറ്റ് സ്റ്റെപ്പ് റെസ്പോൺസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം സ്റ്റേബിൾ ആണോ കോസൽ ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് സം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എപ്പോഴും ഫൈനൈറ്റ് വാല്യൂ ആയിരിക്കും അല്ലേ? അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. ഇനി ഇതെന്ന് പറഞ്ഞാൽ യു ഓഫ് n plus 2 എന്ന് പറയുന്നത് ഫ്യൂച്ചർ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. ഏതിന്? -2ലും -1ലും അതിന് വാല്യൂസ് ഉണ്ട്. അപ്പോൾ അത് സിസ്റ്റം നോൺ കോസൽ ആയിരിക്കും. അപ്പോൾ നോൺ കോസലും ആണ് സ്റ്റേബിളും ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. The fundamental period of the sequence x of n equal to 8 cos of 0.1 pi n plus 5 sin 0.9 pi n minus cos 0.8 pi n is. ഫണ്ടമെന്റൽ പീരീഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കോമ്പോസിറ്റ് സിഗ്നൽ ആണ്. ω1, ω2, ω3 കൺസിഡർ ചെയ്യാം. ω1 0.1 പൈ. അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്ക്രീറ്റ് സിഗ്നൽ ആണ്. അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ 2π/ω1, ദാറ്റ് ഈസ് 20 വരും. ω2 0.9 പൈ. n2 എന്ന് പറഞ്ഞാൽ 2π/0.9 പൈ, ദാറ്റ് ഈസ് 20/9 വരും. അത് ഇൻറ്റീജർ ആക്കണമെന്നുണ്ടെങ്കിൽ m-ന് 9 കൊടുക്കണം. അപ്പോൾ n2 എന്ത് വരും? 20 വരും അല്ലേ? ω3 0.82 പൈ ആണ്. n3 എന്ന് പറഞ്ഞാൽ 2π/0.82 പൈ, ദാറ്റ് ഈസ് 20/8, ദാറ്റ് ഈസ് 5/2. അതിന് ഇൻറ്റീജർ ആക്കുമ്പോൾ m-ന് 2 കൊടുക്കണം. അപ്പോൾ 5 ആണ് നമ്മുടെ n3 ആയിട്ട് വരിക. ഫണ്ടമെന്റൽ പീരീഡ് എന്ന് പറഞ്ഞാൽ LCM ഓഫ് n1, n2, n3, ദാറ്റ് ഈസ് LCM ഓഫ് 20, 25. LCM എന്ന് പറയുന്നത് എത്ര വരും? 20 വരും. ഫണ്ടമെന്റൽ പീരീഡ് n = 20 ആണ്. Next, the signal x of t is shown below. Find x of t minus 2 minus 2. x of t/2 minus 2 ആണ് ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിരിക്കുന്ന സിഗ്നൽ ഒന്ന് നോക്കാം. അത് -2 to -4 അതിൻ്റെ പൾസാണ്. റെക്ടാങ്കുലർ പൾസ് വാല്യൂ 1 ആണ്. 2 to 4ലും 1 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ x of t ഇത് x of t ആണ്. x of t minus 2 വരയ്ക്കാം. ടൈം ഷിഫ്റ്റിംഗ് നടത്താം. എങ്ങോട്ട്? 2 യൂണിറ്റ് അല്ലേ? 2 യൂണിറ്റ് റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. -4 + 2 എന്ന് പറയുമ്പോൾ -2 വരും. -2 + 2 0ലോട്ട് ഷിഫ്റ്റ് ചെയ്യും. 2 എന്നുള്ളത് +2 ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 4ലോട്ടും 4ലുള്ള വാല്യൂ +2 6ലോട്ടും ഷിഫ്റ്റ് ആവും. അതാണ് x of t minus 2.
ഇനി നമുക്ക് ടൈം സ്കെയിൽ ചെയ്യണം. എക്സ് ഓഫ് ടി ബൈ ടു മൈനസ് ടു. ടൈം സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടി ബൈ ടു ആണ്, 1/2 ആണ്. അപ്പോൾ അതിന് ഇൻറ്റു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ടൈം ആക്സിസിലുള്ള വാല്യൂസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ -2ലുള്ളത് -4ലാവും, 0ൽ ഇൻറ്റു 0 തന്നെ. 4ലുള്ളത് 8ലും 6ലുള്ളത് 12ലും വരും. ആംപ്ലിറ്റ്യൂഡ് 1 തന്നെ. അപ്പോൾ ലാസ്റ്റ് റിസൾട്ട് എക്സ് ഓഫ് ടി ബൈ ടു മൈനസ് ടു എന്ന് പറയുന്നത് ഈ ഗ്രാഫാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സിഗ്നൽ ആൻഡ് സിസ്റ്റത്തിൻ്റെ സാമ്പിളിങ്ങിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ സിഗ്നൽ ഓപ്പറേഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്